നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോഴാ സംസ്കാരം ഉണ്ടായത്. അതാ രാമായണം എന്ന കാവ്യം. പരശുരാമൻ കഴിഞ്ഞ പിന്നെ ശ്രീരാമൻ എന്താണ്? മാതാപിതൃബന്ധത്തിന്റെ സത്യത്തിന്റെ മൂല്യം. കൈകേയിക്കൊരു വരം കൊടുക്കാമെന്ന് പറഞ്ഞുപോയി. ഇനി അത് തിരുത്താൻ പറ്റില്ല മോനെ രാമാ. യുദ്ധത്തിന് പോകുമ്പോ കൈകേയി യുദ്ധത്തേർത്തട്ടിൽ ഇരുന്ന് യുദ്ധം കാണുമ്പോ ചക്രത്തിന് പിടിപ്പിച്ചിരിക്കുന്ന ആണിക്കാൽ ഊരിപ്പോയപ്പോ വിരല് വെച്ചിട്ട് രക്ഷപ്പെടുത്തിയതിൽ 2 വരം ചോദിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ കൈകേയി പറഞ്ഞു, തൽക്കാലം അത് അക്കൗണ്ടിൽ ഇട്ടോ, പിന്നെ ചോദിച്ചോളാം. ആ അക്കൗണ്ടിൽ നിന്ന് പലിശയും കൂട്ടുപലിശയും അടക്കം കൈകേയി വിഡ്രോ ചെയ്തു. ഭരതനെ രാജാവാക്കണം, രാമനെ കാട്ടിലേക്കണം. ഇതാ പറഞ്ഞത്. ഭാര്യക്ക് എന്തോ കൊടുക്കണം തീരുമാനിച്ചാൽ പിന്നേക്ക് വെക്കരുത്, അപ്പൊ തന്നെ കൊടുത്ത് സബൂറാക്കണം. പിന്നേക്ക് വെച്ച ആപത്താ കേട്ടോ. അങ്ങനെ ദശരഥനാകെ തകർന്നുപോയി. തകർന്നു പോയിട്ട് രാമനെ കാണാൻ വേണ്ടി വിളിക്കുന്നു. അതുകൊണ്ട് എനിക്ക് സത്യം ലംഘിക്കാൻ പറ്റില്ല, പക്ഷെ നിനക്ക് ഒരു സത്യമുണ്ട്. ക്ഷത്രിയന്മാർക്ക് ആയുധവും ശക്തിയുമാണ് പ്രധാനം. നീ എന്നെ പിടിച്ച് കാരാഗൃഹത്തിലിടുക, എന്നാ എനിക്ക് ഞാനെന്ത് ചെയ്യാനെന്ന് പറയാലോ. എന്നിട്ട് നീ അഭിഷേകം നടത്തണം, നാളെ അഭിഷേകം ഇളമയായി ചെയ്യണമെന്ന് പറഞ്ഞപ്പോ രാമൻ ദശരഥനോട് പറയുന്നു 3 തരം മക്കളെ പറ്റി പറയുന്നുണ്ട് കേട്ടോ രാമായണത്തിൽ. 3 തരം മക്കളുണ്ട്. ഒന്ന്, താതകാര്യം അനാജ്ഞപ്തമാകിലും മോദേന ചെയ്യുന്ന സുതൻ ഉത്തമനാണ്, ആത്മജൻ ഉത്തമനാണ്. അച്ഛൻ അനാജ്ഞപ്തം, ആജ്ഞാപിക്കാതെ, അച്ഛൻ ഉപദേശിക്കാതെ നിർദ്ദേശിക്കാതെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന മകനാണ് ഉത്തമ മകൻ. രണ്ടാമത്തത്, താതൻ നിയോഗത്താൽ ചെയ്യുന്നവൻ മധ്യമൻ. അച്ഛൻ പറഞ്ഞിട്ട് അതനുസരിക്കുന്നവൻ മധ്യമപുത്രനാണ്. മൂന്നാമത്തത്, താതൻ നിയോഗിച്ചിട്ടും ഇക്കാര്യം എന്നാലെ കർത്തവ്യമല്ലെന്ന് വെച്ചടങ്ങുന്നവൻ. അച്ഛൻ പറഞ്ഞിട്ടും അത് കേൾക്കാത്തവൻ ആരായിരിക്കും? പറയാണ്ട് ചെയ്യുന്നവൻ ഉത്തമൻ, പറഞ്ഞിട്ട് ചെയ്യുന്നവൻ മധ്യമൻ, പറഞ്ഞിട്ടും ചെയ്യാത്തവൻ ആരായിരിക്കും? അധമൻ അല്ലേ? അല്ല, അവിടെയാ ശ്രദ്ധിക്കേണ്ടത്. അധമനല്ല. രാമായണം ഒന്നുകൂടി എടുത്തു നോക്കൂ. പിത്രോർ മലമെന്ന് ചൊല്ലുന്നു സത്തുക്കൾ, അത് മകനല്ല മലമാണ്. മനസ്സിലായോ? അച്ഛൻ പറഞ്ഞിട്ട് കേൾക്കാത്തവൻ മകനല്ല മലമാണ്. നിങ്ങളെ വീട്ടിൽ എത്ര മലം ഉണ്ട് എന്നൊന്ന് പരിശോധന നടത്തുക. മനസ്സിലായോ? ഈ രാമായണം വായിക്കുന്നത് രാമനെ ബോധ്യപ്പെടുത്താനല്ല, നമ്മൾക്ക് ബോധ്യപ്പെടാനാ. രാമായണം കേട്ടിട്ട് പോണോ രാമൻ നന്നാവാൻ? നമ്മൾക്ക്, കുടുംബക്കാർക്ക് ബോധ്യപ്പെടണം. മനസ്സിലായോ? പിതാപുത്ര ബന്ധത്തിന്റെ കരുത്തെന്തെന്ന് അതിലുണ്ട്. ഇനി അവിടെ മാത്രമാണോ? അടുത്ത നോക്കൂ, അമ്മയും മകനും തമ്മിലുള്ള ബന്ധം നോക്കൂ. രാമനും സീതയും കാട്ടിലേക്ക് പുറപ്പെടുമ്പോ ലക്ഷ്മണൻ തന്റെ അമ്മയുടെ അനുവാദം വാങ്ങാൻ പോകുന്ന രംഗമുണ്ട്. സുമിത്ര, ആ സുമിത്ര ലക്ഷ്മണനോട്, ലക്ഷ്മണൻ പോകേണ്ട ഒരു ആവശ്യമില്ല അല്ലേ, മറ്റാൾ പോകാൻ നിർബന്ധിതനായതാണ്. രാമൻ പോകും, ഭർത്താവിന്റെ കൂടെ തന്നെ സീതയും പോകും. ലക്ഷ്മണനോട് ആരും പോകാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ലക്ഷ്മണനാണ് ആദ്യത്തെ ലോകത്തിലെ വളണ്ടിയർ. ആരാ? ലക്ഷ്മണനാ. വോളണ്ടിയർ എന്ന് പറഞ്ഞാൽ സ്വയം സന്നദ്ധനായി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനെയാണ് വളണ്ടിയർ എന്ന് പറയാ. ലോകത്തിലെ ആദ്യത്തെ വളണ്ടിയർ ലക്ഷ്മണനാണ്. ലക്ഷ്മണൻ പോവാൻ പുറപ്പെട്ടപ്പോ അമ്മ ലക്ഷ്മണനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ആ പറഞ്ഞ കാര്യമാണ് രാമായണത്തിലെ ഉത്തമ ശ്ലോകമെന്ന് വരരുചി വിക്രമാദിത്യ സദസ്സിൽ പറഞ്ഞിട്ടുണ്ട്. രാമം ദശരഥം വിദ്ധിം മാം വിദ്ധിം ജനകാത്മജം അയോധ്യാമടവിം വിദ്ധിം ഗച്ഛതാദയഥാസുഖം. നീ കാട്ടിലെത്തിയ രാമനെ ദശരഥന് തുല്യമായിട്ട് അച്ഛനായിട്ട് കാണണം. മാം വിദ്ധിം ജനകാത്മജം, സീതാദേവി അമ്മയായിട്ട് കാണണം. അയോധ്യാമടവിം വിദ്ധിം, കാടിനെ അയോധ്യയായി കാണണം. മകനെ സ്വീകരിച്ചു പോയി വരിക. ഈ അമ്മയുടെ ഉപദേശം ലക്ഷ്മണൻ സ്വീകരിച്ചോ? സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തരാം. സ്വീകരിച്ചു എന്നുള്ളതിന്റെ തെളിവ് തരാം. എന്താ? സീതയെ രാവണൻ മോഷ്ടിച്ചു കൊണ്ടുപോകുമ്പോ സീതയുടെ കയ്യിൽ അനസൂയാദേവി കൊടുത്തിരിക്കുന്ന കുറച്ച് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. അത്രി മഹർഷിയുടെ ഭാര്യ അനസൂയാദേവി 10,000 വർഷം തപസ് ചെയ്തിട്ട് കിട്ടിയ വരദാനമാണ് അംഗരാഗങ്ങളും മാലകളും ആടകൾ പണ്ടങ്ങൾ. അത് മുഴുവൻ സീതയെ അണിയിച്ചിട്ടാണ് അയക്കുന്നത്. സീത കൊട്ടാരത്തിൽ നിന്നൊന്നും എടുത്തിട്ടില്ല.
അനസൂയാദേവി കൊടുത്ത ആഭരണങ്ങളുണ്ട്. ഈ ആഭരണങ്ങൾ സീത ആകാശത്ത് വെച്ച് തന്റെ ഉത്തരീയം പൊളിച്ച് ചീന്തി അതിൽ കെട്ടിയിട്ട് ഇങ്ങനെ പോകുമ്പോഴാ ഋഷ്യമുഖാചലത്തിന്റെ മേലെ എത്തിയപ്പോ 3 വാനരന്മാർ നിൽക്കുന്നു. അവരുടെ നടുക്കിട്ട് കൊടുത്തു. വാനരന്മാർക്ക് അറിയില്ല ഇത് ആരാ കൊണ്ടുപോയി ആരാ ഇട്ടതെന്ന്. അവരത് സൂക്ഷിച്ചു വെച്ചു. സീതാന്വേഷണത്തിനായി രാമലക്ഷ്മണന്മാർ ഋഷ്യമുഖാചലത്തെത്തി സുഗ്രീവനുമായി സഖ്യം ചെയ്തപ്പോഴാ സുഗ്രീവൻ ജാമ്പവാനും ഹനുമാനും പറഞ്ഞത്, ഞങ്ങൾക്കിങ്ങനെ ഒരു കെട്ട് കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങളുടെ ഭാര്യ സീതയുടെ ആഭരണങ്ങളാണെങ്കിൽ ഇങ്ങോട്ടാ കൊണ്ടുപോയി രാവണൻ, തെക്കോട്ടാ കൊണ്ടുപോയി ഉറപ്പാ. അങ്ങനെ ഈ കിഴി തുറന്നു നോക്കിയപ്പോൾ തൻ്റെ ഭാര്യയുടെ ആഭരണങ്ങൾ കണ്ട് രാമൻ നിലവിളിക്കുക. ആഭരണങ്ങളോട് പറയാ, എന്നെപ്പോലെ നിങ്ങളും നിങ്ങളുടെ യജമാനത്തെ ഉപേക്ഷിച്ച് കളഞ്ഞോ ആഭരണങ്ങളെ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. എന്നിട്ട് ഇയാൾക്ക് കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാഞ്ഞിട്ട് ലക്ഷ്മണനെ വിളിച്ചിട്ട് ചോദിച്ചു, ലക്ഷ്മണ, ഇത് നിന്റെ ജ്യേഷ്ഠത്തിയുടെ കമ്മലല്ലേ? അയ്യോ, ഞാൻ കണ്ടിട്ടില്ല ജ്യേഷ്ഠ, എനക്കറിയില്ല. മാല നോക്കി, അതെനക്കറിയില്ല. വള നോക്കി, എനിക്കറിയില്ല. അരഞ്ഞാണം എനിക്കറിയില്ല. ഒഡ്യാണം എനിക്കറിയില്ല. കൊരലാരം എനിക്കറിയില്ല. ഇതൊന്നും എനിക്കറിയില്ല. അവസാനം പാദസരങ്ങൾ കൊലുസ് കാണിച്ചപ്പോ ലക്ഷ്മണൻ പറഞ്ഞു, ഇത് ജ്യേഷ്ഠത്തിയുടെ തന്നെയാ. കാരണം എപ്പോഴും മാതൃതുല്യായിരിക്കുന്നവരെ ഞാൻ പുഷ്പങ്ങൾ സമർപ്പിച്ച് പാദങ്ങൾ തൊഴാറുണ്ട്. അപ്പൊ ഞാൻ ഈ പാദസരം കണ്ടിട്ടുണ്ട്. ഇതാണ് ജ്യേഷ്ഠന്റെ ഭാര്യയും അനുജനും തമ്മിലുള്ള ധാർമ്മികത. കല്യാണം കഴിഞ്ഞിട്ട് ഏട്ടൻ കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോ തന്നെ ഏടത്തിയമ്മേന്റെ കയ്യിലെ വളയന്റെയും നെക്ലേസിന്റെ വലുപ്പം ഉണ്ടെന്ന അനിയനല്ല. മനസ്സിലായോ? ധാർമ്മികത, കുടുംബ ബന്ധത്തിന്റെ ധാർമ്മികത ഇനിയും തീർന്നിട്ടില്ല. ജ്യേഷ്ഠന്റെ ഭാര്യയല്ല, അനുജന്റെ ഭാര്യയോട് രാമൻ കാണിച്ചതെന്താ? ശ്രീകണ്ഠൻ നായരുടെ നാടകത്രയത്തെ ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞിട്ട് 3 നാടകങ്ങളുണ്ട്. ആ നാടകത്തിൽ എന്നെ കരയിച്ചൊരു ഭാഗമുണ്ട്. രാവണവധം കഴിഞ്ഞ് തിരിച്ചെത്തിയ രാമൻ അർദ്ധരാത്രിയിൽ അന്തഃപുരത്തിലേക്ക് പോകുന്ന രംഗമുണ്ട്. സീതയുടെ അന്തഃപുരത്തിലേക്കല്ല. എന്താ? ഈ ലക്ഷ്മണൻ കാട്ടിലേക്ക് പോകുമ്പോ രാമന്റെ കൂടെ സീതയുണ്ട്, പക്ഷെ ലക്ഷ്മണന്റെ കൂടെ ഉർമിളയില്ല. 10-14 സംവത്സരം ഈ ലക്ഷ്മണൻ കാട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചോ, ഉണ്ടോ, ഉറങ്ങിയോ, കാട്ടുതീയിൽപ്പെട്ട് മരിച്ചുപോയോ, മൃഗങ്ങൾക്ക് ഭക്ഷണമായോ, രാക്ഷസന്മാർ പിടിച്ചു വിഴുങ്ങിയോ എന്നൊന്നും അറിയാതെ ഇപ്പൊ ഗൾഫിൽ ഭർത്താവ് പോയ 4 ദിവസം കൊണ്ട് വീഡിയോ കോൾ ചെയ്തിട്ടില്ല. ഈടുള്ള പ്രശ്നം എന്താ? ഭാര്യക്ക് ഇതൊന്നും ഇല്ലാതെ 14 കൊല്ലം ഒരു വിവരം ഇല്ലാതെ ഭർത്താവിനെയും സ്മരിച്ചുകൊണ്ട് ഭർത്താവിന്റെ മാതാവിനെയും ശുശ്രൂഷിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ ഇരുന്ന ഒരു പെണ്ണുണ്ട്. അവളുടെ പേരാണ് ഉർമിള. അവളുടെ ത്യാഗത്തിന്റെ വിലയറിഞ്ഞ രാമൻ ഉർമിളയുടെ അടുത്ത് പോയിട്ട് ഉർമിള ഉറങ്ങുമ്പോ അവളുടെ പാദങ്ങൾ സ്പർശിച്ചിട്ട്, പ്രിയപ്പെട്ട അനുജത്തി, നിന്റെ ജീവിതത്തിന്റെ മഹാത്യാഗമാണ് എന്റെ ജീവിതത്തിന്റെ വിജയമെന്ന് കരയുന്ന രാമനെ നിങ്ങൾ വായിച്ചോ? അനുജന്റെ ഭാര്യയെ ബഹുമാനിക്കുന്ന രാമൻ. കുടുംബ ബന്ധങ്ങളുടെ ആർദ്രതയാണ് രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത്. ഉപനിഷത്തുകളിലും വേദങ്ങളിലുമുള്ള ദർശനങ്ങൾ മനുഷ്യന് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനാണ് രാമായണവും മഹാഭാരതവും എഴുതിയത്. അല്ലാതെ വെറുതെ മന്ത്രം ചൊല്ലാനല്ല. പഠിക്കാനുണ്ട്. അത്തരത്തിൽ ധാർമ്മികതയുടെ ഉത്ഭവമാണ് രാമന്റെ കഥ. ധർമ്മഭ്രംശം. രാമൻ നേരിടുന്ന പല പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൽ, പല പ്രതിസന്ധികളുണ്ടാവും നമുക്ക് കുടുംബത്തിൽ. അതാണ് സീതയെ ഉപേക്ഷിക്കേണ്ടി വന്നത്, ശംഭൂകനെ കൊല്ലേണ്ടി വന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പുരാണ കഥകൾ. അതാണ് രാമന്റെ കാലഘട്ടത്തിൽ ധർമ്മം. ഈ ധർമ്മം ഒരിക്കലും മാറ്റാൻ പാടില്ലാത്ത, അതാണ് ധർമ്മം ശാസിക്കാൻ ഒരാൾ, അതാണ് ധർമ്മശാസ്താവ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ദൈവങ്ങളുടെ കൂട്ടത്തിൽ കുടുംബ മര്യാദയുടെ നിയമസംഹിതകളുടെ മന്ത്രിയാണ് ധർമ്മശാസ്താവ്. അതാ ഈ ക്ഷേത്രം. ധർമ്മം ചര, സത്യം വദ, ധർമ്മം ചര. സത്യം ചോദിക്കണം, പറയണം. സത്യം വദ, ധർമ്മം ചര. ധർമ്മം അനുഷ്ഠിക്കണം. അതാ ധർമ്മശാസ്താവ്. 3-മത്തത് സൗന്ദര്യബോധം. അതാണ് പുരാണങ്ങളിലെ സൗന്ദര്യങ്ങൾ. സംഗീതം അവിടെയാണ്. പിന്നെ അധ്വാനം വേണേ, അതാണ് ബലരാമൻ. ബലരാമൻ ആരാ? ബലരാമൻ കാളിന്തി നദിയിൽ അണകെട്ടിയിട്ട് അമ്പാടിയിലേക്ക് വെള്ളം തുറന്നു വെച്ച് കലപ്പ കൊണ്ട് ചാല് കീറി കനാല് കീറിയവനാ. ആദ്യത്തെ ഇറിഗേഷൻ വകുപ്പ് മന്ത്രിയാണ് ബലരാമൻ. ഹലായുധനാണ്. കലപ്പയാണ് എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്ത് ജീവിക്കണം.
കാട്ടാളത്വത്തിൽ നിന്ന് മാനവികതയിലേക്ക് എപ്പോഴാ വന്നത്? കാട്ടാളൻ എന്ന് പറഞ്ഞാൽ കാട് എന്ന് പറഞ്ഞാൽ തനിയെ മുളച്ചത്, നാട് എന്ന് പറഞ്ഞാൽ നട്ടുമുളപ്പിച്ചത്. അപ്പൊ നാട്ടാളൻ എന്ന് പറഞ്ഞാൽ നടുന്നവൻ, കാട്ടാളൻ എന്ന് പറഞ്ഞാൽ ഒന്നും നടാത്തവൻ. നിങ്ങൾ ഇത് ഏത് ലിസ്റ്റിൽ വരുമെന്നും സ്വയം ഒന്ന് പരിശോധിച്ച. നടുന്നവൻ നാട്ടാളൻ, ഒന്നും നടാത്തവൻ കാട്ടാളൻ. മനസ്സിലായോ? അധ്വാനിക്കണമെന്നാ ബലരാമന്റെ കഥ നമ്മളോട് പറയുന്നത്. പണിയെടുക്കണം, കൃഷി ചെയ്യണം, പ്രകൃതിയെ പരിസ്ഥിതിയെ സുന്ദരമായി മനസ്സിലാക്കണമെന്നും സൗന്ദര്യബോധം വേണമെന്നും കൃഷ്ണന്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ആർദ്രതയുടെ ഉത്ഭവം. ഈ ആർദ്രതയില്ലാത്തതാണ് നമ്മുടെ കുട്ടികളുടെ എല്ലാം പ്രശ്നം. അവരെ കുറ്റം പറയണ്ട. ഒരു കവിത ചൊല്ലുന്ന, ഒരു കൃഷ്ണഗാഥ വായിച്ചു കൊടുക്കുന്ന, ഒരു കഥ പറഞ്ഞു കൊടുക്കുന്ന വീടുകളില്ല നമുക്കിപ്പോ. ബിരിയാണി വിളമ്പുന്ന, അല്ലേ, വസ്ത്രം പുതിയത് വാങ്ങിക്കൊടുക്കുന്ന, ഒരുപാട് പുതിയ കാറുകൾ വാങ്ങുന്ന, പുതിയ കട്ടിലുകൾ വാങ്ങുന്ന, പുതിയ ഫർണിച്ചറുകൾ വാങ്ങുന്ന വീടുണ്ട് നമുക്ക്. എന്നല്ലാതെ പുതിയ പുസ്തകങ്ങൾ വാങ്ങുന്ന വീടില്ല. ആർദ്രദേവന്റെ കുട്ടികൾക്ക് ശ്രീകൃഷ്ണന്റെ കാലഘട്ടത്തില് ആവുമ്പോഴേക്ക് മഴ പെയ്യുന്നത് ദേവേന്ദ്രന്റെ കരുത്തുകൊണ്ടാണെന്ന അതുവരെയുള്ള സങ്കല്പം. എന്നാ കുട്ടി പറഞ്ഞാൽ കുട്ടി പറയുന്നത് കേൾക്കാൻ തയ്യാറായ നന്ദഗോപരും അമ്പാടിയിലെ നിവാസികളും ഗോപന്മാരും കൃഷ്ണൻ പറഞ്ഞത് കേട്ടില്ലേ? എന്താ കൃഷ്ണൻ പറഞ്ഞത്? മഴ പെയ്യുന്നത് ദേവേന്ദ്രന്റെ ശക്തി കൊണ്ടായതുകൊണ്ട് ദേവേന്ദ്രനെ ആ ദുന്ദുബിനാദം നാദം നാദം. വൈശാലി സിനിമയിൽ അംഗരാജ്യത്ത് മഴ പെയ്യായിട്ട് ദേവേന്ദ്രനെയാണല്ലോ യാഗം നടത്തുന്നത്, ഋഷ്യസിംഹം വന്നിട്ട്. അപ്പോ യാഗം നടത്തിയിട്ട് സന്തോഷപ്രധാനായ ഇന്ദ്രൻ മേഘങ്ങളെ പറഞ്ഞയച്ച് മഴ പെയ്യുമ്പോഴാണല്ലോ ദേവദുന്ദുഭീതൻ വർഷമംഗളഘോഷം ദുന്ദുബിനാദം നാദം നാദം. ഇന്ദ്രധനുസ്സേന്തി വരുന്ന വലാഹക സേനകളെ വന്നാലും ദേവദുന്ദുഭീതൻ. ദേവദുന്ദുഭി എന്ന് പറഞ്ഞാൽ ദേവന്മാര് പെരുമ്പറയടിക്കുന്ന അവലും ഇടി. കൃഷ്ണൻ പറഞ്ഞു ഇതൊന്നുമല്ല. കേരളത്തിൽ മഴ പെയ്യുന്നത് സഹ്യപർവ്വതം ഉള്ളത് കൊണ്ടാണെന്ന് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞില്ലേ? അമ്പാടിയിൽ മഴ പെയ്യുന്നത് ഗോവർദ്ധനം ഉള്ളത് കൊണ്ടാണെന്ന് കൃഷ്ണൻ പറഞ്ഞില്ലേ? സത്യം അന്വേഷിച്ചു ശാസ്ത്രബോധത്തിലേക്ക് മാറുക. അന്ധവിശ്വാസത്തിനെതിരായിട്ടുള്ള ആദ്യത്തെ പ്രഖ്യാപനമായിരുന്നു മഴ പെയ്യുന്നത് പർവ്വതമുള്ളത് കൊണ്ടാണ്, അതുകൊണ്ട് പൂജിക്കുന്നത് പർവ്വതത്തെ ആയിരിക്കണമെന്നത്. മനസ്സിലായോ? കൃഷ്ണൻ പറഞ്ഞതാ. അവിടെ മാത്രമല്ല, പുഴകൾ മാലിന്യം കലർത്താനുള്ളതല്ല. ചാലിയാറിൽ വിഷം കലർത്തുന്ന മാവൂർ ഗോളിയർ റയൻസിനെതിരായിട്ട് ഒരുപാട് കാലം സമരം ചെയ്തില്ലേ? ആ പണി തന്നെയാ കൃഷ്ണനും എടുത്തത്. കാളിന്തിയിൽ വിഷം കലർത്തുന്ന കാളിയനെതിരായിട്ട് സമരം ചെയ്തു അല്ലേ? പുഴയിൽ വിഷം കലർത്തരുത്, ഈ പ്രകൃതിയെ സ്നേഹിക്കണം. നിങ്ങൾ ഈ അമ്പലത്തിൽ വന്നിട്ട് കുട്ടികൾ തിരിച്ചു പോകുമ്പോ ബിങ്കോ, ഓക്കെ, ലേസ്, ഐസ് ഇതെല്ലാം വാങ്ങിയിട്ട് അതിന്റെ പാക്കറ്റ് മുഴുവൻ ഈ അമ്പലത്തിന്റെ ചുറ്റുവട്ടം ചെതറിക്കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃഷ്ണഭക്തനല്ല. നിങ്ങൾ കൃഷ്ണഭക്തരല്ല. പ്രകൃതിയിൽ മാലിന്യം കലർത്തരുത് എന്ന് പറഞ്ഞില്ലേ? അത് പറഞ്ഞു മാത്രല്ല, നവരസങ്ങൾ കൊണ്ട് രാസലീലയാടിയില്ലേ? ശൃംഗാരത്തിന് 16,000 ഭാവങ്ങൾ, ബാക്കി 8 രസം. കരുണം, വീര്യം, ശൃംഗാരം, ബീഭത്സം, അത്ഭുതം, ഹാസം, ശാന്തം, ഭയാനകം എന്ന് പറഞ്ഞ 9 രസങ്ങളിൽ ശൃംഗാര രസത്തിന്റെ 16,000, ബാക്കി 8, 16,000 പ്ലസ് 8, 16,008 രസങ്ങൾ കൊണ്ട് മഹാരാസലീല രസങ്ങൾ കൊണ്ട് നൃത്തം ചെയ്തു. ചലനം. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തില്ലേ? രാഗങ്ങൾ ഉണ്ടാക്കി, സംഗീതമുണ്ടാക്കി, നൃത്തം ചെയ്തു, പണിയെടുത്ത് ജീവിക്കാൻ പശുവിനെ പോറ്റാൻ പറഞ്ഞു. അവസാനം മരിക്കുമ്പോഴും പശുക്കളെയും കൊണ്ട് കാട്ടിൽ പോയിട്ടാണ് ആ കാട്ടാളന്റെ അമ്പ് കൊണ്ടിട്ട് കൃഷ്ണൻ സ്വർഗാരോഹണം പോകുന്നത് അല്ലേ? കഥയറിയാലോ, ഞാനിവിടെ പറയുന്നില്ല. കൊണ്ടത്തരുന്നു തിന്നിട്ട് ഇങ്ങനെ മുഷ്ടാനെന്ന് ഇരിക്കലല്ല ദൈവത്തിന്റെ പണി. ദൈവവും പണിയെടുക്കുന്നുണ്ടെന്ന് ഇന്ത്യക്കാരോട് പറഞ്ഞൊരു കൃതിയുണ്ട്. ആ കൃതിക്കാണ് ഇന്ത്യയിൽ ആദ്യത്തെ നോബൽ സമ്മാനം കിട്ടിയത്. ഗീതാഞ്ജലി, രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലി. അതിനുശേഷം വേറെ ഒരു കൃതിക്കും ഇന്ത്യയിൽ നോബൽ സമ്മാനം കിട്ടിയിട്ടില്ല. അതിലെന്താ പറഞ്ഞ? സാക്ഷാൽ പ്രഭുവും സർഗത്തുടലാൽ കെട്ടുപിണഞ്ഞു കിടപ്പൂ മതിനിൻ ധ്യാനം മാറ്റൂ പൂജാപാത്രം വസ്ത്രം കീറി മുഷിഞ്ഞതു മതി നീ അദ്ദേഹത്തോട് കർമ്മവൃതിയായി ചേരൂ വേർപ്പൊഴുകട്ടെ വേർപ്പൊഴുകട്ടെ വേർപ്പൊഴുകട്ടെ. അധ്വാനിക്ക്,
അധ്വാനിക്കുമ്പോഴാണ് മനുഷ്യനുണ്ടാവുന്നത്. ഉണ്ടാക്കി ഉണ്ണുമ്പോഴാണ് മനുഷ്യനായത്. ഇതാണ് ടാഗോർ പറഞ്ഞത്. പണിയെടുക്കണമെന്ന് പറഞ്ഞു, കൃഷി ചെയ്യണമെന്ന് പറഞ്ഞു, പശുവിനെ പോറ്റണമെന്ന് പറഞ്ഞു, തൈര് കലക്കണമെന്ന് പറഞ്ഞു, വെണ്ണ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു, അത് വിപണനം ചെയ്യണമെന്ന് പറഞ്ഞു. ഇതാണ് കൃഷ്ണന്റെ കാലഘട്ടം. ഇതാണ് വികാസം. ഇതാണ് വിഷ്ണു. അട്ടഹാസത്തിൽ നിന്ന് മെല്ലെ പറയണമെന്ന് പറഞ്ഞു കൃഷ്ണൻ, അല്ലേ? നിഷാദത്തിൽ നിന്ന് ഷഡ്ജത്തിലേക്ക് വരണമെന്ന് പറഞ്ഞു. നിഷാദം എന്താ? നിഷാദം സപ്തസ്വരങ്ങളിൽ നീ നിഷാദം. ഷഡ്ജം ഋഷഭം ഗാന്ധാരം മധ്യമം പഞ്ചമം ദൈവതം നിഷാദം. നിഷാദനാരാ? കാട്ടാളൻ. മാ നിഷാദ, അരുത് കാട്ടാള. കാട്ടാളന്റെ ഒച്ചയാണ് നിഷാദം. നിങ്ങളെ വീട്ടിൽ നിഷാദമാണോ ഷഡ്ജമാണോ ഉള്ളത്? സ്കൂൾ ബസ് വരേണ്ട സമയമായി, പയ്യൻ എഴുന്നേറ്റിട്ടില്ല, അടുപ്പത്തൊന്നും ആയിട്ടില്ല. ഇതാണ് മിക്ക വീട്ടിൽ നിന്ന് രാവിലെ കേൾക്കുന്ന കാട്ടാളത്വമാണ്. കാട്ടാളത്വമാണ്. അതിനു പകരം ഒറ്റക്കമ്പീനാദം മാത്രം മൂളും വീണാഗാനം. ദൈവങ്ങൾ മന്ത്രങ്ങളിലാണ്. മന്ത്രങ്ങളിൽ എല്ലാ ദൈവങ്ങളും എന്താ മന്ത്രം? നാദമാണ്. നാദാത്മികേ എന്നാണ്. അല്ലാതെ കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി എന്ന് പാടിയാൽ മഹേശ്വരി ഓടിക്കുന്നു കയറും. അതിനു പകരം കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. കവിതയില്ലെങ്കിൽ, പാട്ടില്ലെങ്കിൽ ദൈവമില്ല. ഇന്ത്യയിൽ രാമായണം, കേരളത്തിൽ രാമായണം ആദ്യത്തെ കൃതി ശ്രീരാമ കവിയുടെ ഇരാമചരിതം പാട്ടാണ്. അങ്ങനെയാണ് നമുക്ക് രാമനെ അറിഞ്ഞത്. പിന്നെ കൃഷ്ണ പാട്ടാണ് ചെറുശ്ശേരിയുടെ. പിന്നെ കിളിപ്പാട്ടാണ് എഴുത്തച്ഛൻ്റെ. അയ്യപ്പൻ പാട്ടാണ്. ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൂജ അയ്യപ്പൻ പാട്ടാണ്. അതുകൊണ്ടാണ് പാട്ടുകാരനായി യേശുദാസ് ശബരിമലയിൽ പോയി. ഗുരുവായൂർ കയറ്റിയിട്ടില്ല. ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഗോപകുമാരനെ കാണുമെന്ന് പാടാൻ തുടങ്ങിയിട്ട് 67 കൊല്ലായി. ഹൊതേന്റെ മകൻ സിനിമ ഇറങ്ങി അന്ന് പാടാൻ തുടങ്ങിയതാ. ഇതുവരെ കയറ്റിയിട്ടില്ല. പക്ഷേ രാവിലെ ഗുരുവായൂരപ്പനെ ഉണർത്തുന്നത് ആരാ? സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ പറഞ്ഞിട്ടുള്ളതാ നാരായണീയം. യേശുദാസിന്റെ കേസറ്റാണ് വെക്കുന്നത്. യേശുദാസ് ഉണർന്നു കഴിഞ്ഞാൽ, അല്ല, ഗുരുവായൂരപ്പൻ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ യേശുദാസ് നേരെ വിടും. നേരെ ചെങ്ങന്നൂർ വന്നിറങ്ങിയിട്ട് അവിടുന്ന് നേരെ KSRTC ബസ്സും പിടിച്ചിട്ട് നേരെ പമ്പയിൽ പോയിട്ട് രാത്രി 11 മണിയാകുമ്പോഴേക്ക് യേശുദാസിന്റെ ആ ശബ്ദത്തിന് ശബരിമലയുടെ മോന്തായത്തിലെത്തിയിട്ട് ഗുരുവായൂരപ്പനെ ഉണർത്തി അതേ ശബ്ദം തന്നെ വേണം അയ്യപ്പനെ ഉറക്കാൻ. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ഇത് അയ്യപ്പൻ മാത്രമല്ല, നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ ഇതും കേട്ട് കിടന്നു നോക്ക്. അല്ലാതെ ക്രൈമും ഫയലും മറ്റേ ഇതും കേട്ടിട്ട് TVയും കണ്ടിട്ട് മിക്കാളും കിടന്നുറങ്ങുന്ന തൂങ്ങിച്ചത്ത് കൊലപാതകം കിണറ്റ് തുള്ളിയതും കണ്ടിട്ട് 10:30 മുതൽ വാർത്ത കണ്ടിട്ട് കിടങ്ങുന്ന കുട്ടികളുടെ എല്ലാം മനസ്സിൽ ഭീകരതയാണ് ഉണ്ടാവുന്നത്. എന്തൊരു സമാധാനമാണത് കേൾക്കുമ്പോൾ. നാദം ശൂന്യതയിൽ ആദ്യം അമൃതം വർഷിച്ചതാണ്. നാദത്തിൽ നിന്നായി പ്രപഞ്ചമുണ്ടായത്, അല്ലെ? ഓങ്കാരമായവർ 3ആയി പിരിഞ്ഞിട്ടാണ് ഈ ലോകമുണ്ടായത്. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ നാദമുണ്ടോ? ഒച്ചയുണ്ട്, നാദമില്ല. ശബരിമലയിലെ പാട്ടുകൾ നിങ്ങൾ നോക്കൂ. ശബരിമല ഇത്രയും കേരളത്തിൽ അറിയപ്പെട്ടത് എപ്പോഴാ? നിങ്ങൾ ഇതിന്റെ പരിസരത്ത് മാത്രമായിരുന്നു. ഒരു 10-50 കൊല്ലം മുമ്പ് സ്വാമി ശരണം ശരണമെന്തയ്യപ്പ, സ്വാമിയല്ലാതൊരു ശരണമില്ലയ്യപ്പ, ഹരിഹര സുതനെ ശരണം പൊന്നയ്യപ്പ, അവിടുന്നല്ലാതൊരു ശരണമില്ലയ്യപ്പ എന്ന പാട്ട്. അതിൽ കുറെ ചരണങ്ങളുണ്ട്. ആ ചരണങ്ങൾ നിങ്ങൾ പോകുമ്പോ ശബരിമലയിൽ പോകുന്ന ഓരോ സ്ഥലവും
മനസ്സിന്റെ ചെപ്പിൽ നിന്നും അഴുതയിൽ നിന്നും ഞങ്ങൾ കനകവും പവിഴവും പെറുക്കി അവയൊക്കെ കല്ലിടും കുന്നിലിട്ടു വണങ്ങി. അല്ലേ? എരുമേലിപ്പേട്ട തൊള്ളും കന്നി അയ്യപ്പന്മാർ. അതിനുശേഷം ആ പാട്ടിറങ്ങിയതിന് ശേഷമാണ് എല്ലാ ജാതിക്കാർക്കും പോകാം, ഒരു ജാതി ഒരു മതം ഒരു ദൈവം. തത്വമസി അതാണ്, ഈശാവാസി ഉപനിഷത്ത് അതാണ്, എല്ലാം ഒന്നാണ്. ഈ ബോധ്യമുണ്ടാക്കി തന്നു, ആ ബോധ്യമുണ്ടാക്കി തന്നു. ഇനി അവിടെ എത്തി, നടയിലെത്തിയിട്ടോ പ്രസാദം വാങ്ങി. പ്രസാദം വാങ്ങിയിട്ട് എന്ത് ചെയ്തു? നെറ്റിയിൽ തൊടുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? നെഞ്ചിലെ വെളിച്ചത്തിൻ കതിരെടുത്ത് അതിൽ നിൻ പ്രസാദം ചാലിച്ച് നെറ്റിയിലിട്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോധമണ്ഡലം നിങ്ങളുടെ ഭക്തിയിൽ ചാലിച്ചിട്ടില്ലെങ്കിൽ ആ ഭക്തിക്ക് അർത്ഥമില്ല. ഭക്തി എന്ന വാക്കിന്റെ അർത്ഥം ഭ എന്ന് പറഞ്ഞാൽ ശോഭ എന്ന. ഭ പ്രകാശം, ആന്തരിക പ്രകാശ. ആ പ്രകാശം ഉള്ളിലേന്തിയവനാണ് ഭക്തൻ. അതുകൊണ്ട് നെഞ്ചിലെ വെളിച്ചവും ഈ ഇതിൽ ചാലിച്ചിട്ടാണ് നെറ്റിയിലിടുന്നത്. നെറ്റിയിലിട്ടാൽ എൻ്റെ മനസ്സിൽ പ്രകാശം, എൻ്റെ ചിന്തകളിൽ പ്രകാശമുണ്ടെന്ന് ആളെ ബോധ്യപ്പെടുത്താനാ. ഇത് തൊട്ട് കഴിഞ്ഞിട്ട് ചിന്തയിൽ ക്യൂ നിൽക്കുമ്പോ എങ്ങനെയാ ലൈന് തെറ്റിച്ച് കയറുക എന്ന് ചിന്തിച്ചിട്ടുണ്ടെ തീർന്നു പ്രകാശം. ദുഷ്ടത കയറിയില്ലേ? ലൈന് തെറ്റിച്ചിട്ട് എങ്ങനെയൊന്ന് കയറണമെന്ന് തോന്നിയാ പിന്നെ തീർന്നു, ഈ പ്രകാശം പോയി. എൻ്റെ മനസ്സിൽ പ്രകാശമാണ്, നന്മയുടെ പ്രകാശം. അത് കണ്ഠത്തിൽ തൊട്ടാലോ? വാക്കുകളിൽ പ്രകാശം. കണ്ഠനാളത്തു നിന്നാണല്ലോ ശബ്ദം പുറപ്പെടുന്നത്. വായിലൂടെ വരുന്ന ക്ക് ആണല്ലോ വാക്ക്. ക്ക് എന്ന് പറയുന്നത് തൊണ്ടയിൽ വെച്ചാ, വായിലൂടെ വരുന്നത് വാക്ക്. എൻ്റെ വാക്കുകളിൽ പ്രകാശം. നെഞ്ചത്ത് തൊട്ടാൽ എൻ്റെ വികാരങ്ങളിൽ പ്രകാശം. നെഞ്ചത്ത് തൊട്ടാൽ ദുഷ്ടവികാരങ്ങൾ ഉണ്ടാവരുത്. രണ്ട് കൈയിൽ ഇവിടെയും ഇവിടെയും തൊട്ടാൽ എൻ്റെ കർമ്മങ്ങളിൽ പ്രകാശം. കർമ്മങ്ങളിൽ പ്രകാശം. മനസാ വാച കർമ്മണ പ്രകാശം. ഇതാണ് ഈ ഭസ്മവും ചന്ദനവും തൊടുന്നതിന്റെ അർത്ഥം. മനസ്സിലായോ? ഉള്ളിൽ പ്രകാശം നിറക്കാനാ. തേന തെക്തേന ഭുഞ്ചീത, നീ ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക. അതാണ് ശബരിമലക്ക് പോകുമ്പോ, ഭജന നടത്തുമ്പോ, ശബരിമലക്ക് പോകുമ്പോ, കെട്ടു നടക്കുമ്പോ നാട്ടുകാരെ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നത്. അന്നദാന പ്രഭുവേ ശരണമയ്യപ്പ, നീ ത്യജിച്ചിട്ട് ഭുജിക്കുക, കൊടുത്തിട്ട് തിന്നുക. നീ കൊടുത്തിട്ട് തിന്നുക. അതാണ് ഭഗവത്ഗീതയിലെ ശ്ലോകം. യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകിൽബിഷൈ ഭുഞ്ജതേ ത്വകം പാപാ യേ പചന്ത്യാത്മകാരണാത്. അർത്ഥം, മറ്റുള്ളവർക്ക് കൊടുത്തതിന്റെ ബാക്കിയുണ്ണുന്നവൻ എല്ലാ പാപത്തെയും ഇല്ലാതാക്കുന്നു. അവനവന്റെ കലത്തിൽ അവനവന് വേണ്ടി മാത്രം ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നവൻ ഉണ്ണുന്നത് മഹാപാപത്തെയാണ്. കൊടുത്തിട്ട് തിന്നുക. ഇതാണ് ഭഗവത്ഗീത പറഞ്ഞത്. അതാണ് നിങ്ങൾ ഇവിടെ തത്വമസി എന്നൊരു മനോഹരമായ ഒരു ചടങ്ങ് ഇവിടെ കൊടുത്തു. മറ്റുള്ളവർക്ക് കൊടുക്കുക. നിങ്ങൾ ആരും മരിച്ചു കഴിഞ്ഞാൽ അനുശോചനം നടത്തുമ്പോ 75 വയസ്സിനിടയിൽ ഈ മാന്യദേഹം 125 കിൻഡൽ അരി തിന്നിട്ടാ മരിച്ചെന്ന് ആരും പറയാറുണ്ടോ? ഇല്ല. ഒരു മനുഷ്യൻ മലയാളി തിന്നുന്ന അരിയുടെ കണക്കാണ് 75 വയസ്സിനിടയിൽ 125 കിലോ അല്ല 125 കിൻഡൽ തിന്നും എന്ന് പറഞ്ഞാൽ 50 കിലോന്റെ ചാക്കാണെങ്കിൽ 250 ചാക്ക് തിന്നിട്ട് ഒരു 10-20 ആൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ തിന്നതിന്റെ കണക്കാരും പറയാറില്ല. എന്നാൽ അന്നത്തെ ഒരു കൊറോണ വന്ന സമയത്ത് ഭക്ഷണം കൊടുക്കാൻ അയാൾ 2 കരി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പറയും അല്ലേ? കൊടുത്തത് പറയും, എടുത്തത് പറയില്ല. തെക്തേന ഭുഞ്ചീത. അത് ക്ഷേത്രത്തോട് ചേർത്ത് വെക്കുമ്പോൾ ഇവിടെ ധർമ്മമുണ്ടാകുന്നു. ഇവിടെ ധർമ്മം എന്തായി മാറുന്നു? ശിവമായി മാറുന്നു. ധർമ്മം എന്താവുന്നു? സ്നേഹത്തിലൂടെ നന്മയായി മാറുന്നു. ശിവം എന്ന് പറഞ്ഞാൽ നന്മ. അപ്പൊ സത്യം അന്വേഷിക്കുക, ശിവം ചെയ്യുക, സൗന്ദര്യബോധമുണ്ടാവുക. ഇതാണ് പൊൽത്തിങ്കൽ കല പൊട്ടുതൊട്ട ഹിമവൽ ശൈലാദ്രി ശൃംഗത്തിൽ വെൺകൊറ്റപ്പൂങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ നൃത്തധൂർജടി ഹസ്തമാർന്ന തുടിതൻ ഉത്താളടുണ്ടും രവം തത്വത്തിൻ പൊരുളാലപിപ്പു മധുരം സത്യം ശിവം സുന്ദരം.
പിടികിട്ടിയോ എന്താ ഈ സത്യം ശിവം സുന്ദരം? അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ, സത്യം വിശ്വസിക്കാനുള്ളതല്ല, അന്വേഷിക്കാനുള്ളതാണ്. എന്നാൽ ധർമ്മം അനുഷ്ഠിക്കാനുള്ളതാണ്, വിശ്വസിക്കാനുള്ളതാണ്. അത് ശാസിക്കാൻ ഒരാൾ വേണം. അതിൻ്റെ നാഥനായിട്ടാണ് ധർമ്മശാസ്താവേ ശരണമയ്യപ്പ. ആ ധർമ്മശാസ്താവ് നമ്മുടെ ആധുനിക ജീവിതത്തിന്റെ കലിയുഗ വരദനാണെന്ന് പറയുന്നത് ആധുനിക ജീവിതത്തിന്റെ ധാർമ്മിക മൂല്യങ്ങൾ. അതിനാണ് വ്രതം, നോയൻപ്. എന്താ നോയൻപ്? മണ്ഡലം നോയൻപ് നോറ്റു അക്ഷരാലക്ഷം മന്ത്രങ്ങളൊരുക്കഴിച്ചു പുണ്യപാപ ചുമടുകളാമിരുമൂടി കെട്ടുമേന്തി പൊന്നമ്പല നടച വിട്ടാൻ വരുന്നു നമ്മൾ. എന്താണ് നോയൻപ്? തമിഴിലുള്ള അൻപ് എന്ന വാക്കും നോവ് എന്ന വാക്കും ചേർന്നിട്ടാണ് നോയൻപ് ഉണ്ടായത്. അത് പിന്നെ മുസ്ലിങ്ങൾ പറയുമ്പോൾ നോമ്പായി ചുരുങ്ങിയിട്ട്. നോവ് വേദന, അൻപ് സ്നേഹം. വേദനിക്കുന്നവരെ സ്നേഹിക്കുമ്പോഴാണ് നോമ്പ്. വേണ്ടെന്ന് വെച്ച ഭക്ഷണം ആവശ്യമുള്ളവർക്ക് കൊടുക്കുമ്പോഴേ വ്രതം പൂർണ്ണമാവുന്നുള്ളൂ. മനസ്സിലായോ? ചില ആളുകളുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ പകല് തിന്നാണ്ടിക്കും, റെയിൽവേ ഗേറ്റ് അടഞ്ഞ പോലെ അതിൻ്റെ കൂടി സന്ധ്യ അല്ലേ, റെയിൽവേ ഗേറ്റ് അടഞ്ഞാൽ കുറേ നേരം വണ്ടി പോവില്ല, പക്ഷെ തുറന്നല്ലോ ഒന്നിച്ചു പോവും. സന്ധ്യ വരെ തിന്നാണ്ടിക്കും, സന്ധ്യക്കെല്ലാം ഒന്നിച്ച് തിന്നുന്നതുണ്ട് നോമ്പാ. മനസ്സിലായോ? അതല്ല, ഞാനിത് ഇവിടെ പറയല്ല, ആടെയും പോയി പറയലുണ്ട്, അവരെ സ്ഥലത്തും പോയി പറയാറുണ്ട്. അങ്ങത് നോമ്പല്ല. ഞാൻ വേണ്ടെന്ന വെച്ച ഭക്ഷണം ആർക്കെങ്കിലും കൊടുക്കണം, അതാണ് വ്രതം. വേണ്ടെന്ന് വെക്കണം. 41 ദിവസം. നമുക്ക് വൃശ്ചികമുണ്ട്, ധനുണ്ട്, മകരമുണ്ട്, കുംഭമുണ്ട്, മീനുണ്ട്, മേടമുണ്ട്, ഇടവുണ്ട്, മിഥുനമുണ്ട്, കർക്കിടകമുണ്ട്, ചിങ്ങമുണ്ട്, കന്നിയുണ്ട്, തുലാമുണ്ട്. 12 മാസമുണ്ട്. പക്ഷേ 12 മാസം 30-31 ദിവസം വന്നത് AD 825 ശേഷം, നമ്മുടെ ഈ പഞ്ചാംഗം വന്നതിന് ശേഷം. AD 825 കൊല്ലത്ത് വെച്ചൊരു കൊല്ലം ഉണ്ടാക്കി. അതാ 1200 കൊല്ലം മുമ്പ്. 1200 കൊല്ലം മുമ്പ് കൊല്ലത്ത് വെച്ചൊരു കലണ്ടർ ഉണ്ടാക്കി. അതിന്റെ പേരാ പഞ്ചാംഗം. ഈ പഞ്ചാംഗം വരുന്നതിന് മുമ്പ് നമുക്ക് ഡേറ്റ് ഇല്ല, നമുക്ക് നക്ഷത്രമേ ഉള്ളൂ. ഈ നക്ഷത്രം 28 നക്ഷത്രവും കഴിഞ്ഞ് ഫസ്റ്റ് നക്ഷത്രം വരുന്ന ദിവസം 28ാമത്തെ ദിവസം. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്ന കണക്ക് വെച്ചിട്ട് 27 ഉള്ളൂ. അപ്പൊ 28ാമത്തെ ദിവസം പേര് വിളിക്കൂ. അരയിൽ നൂല് കെട്ടുന്നതിനാ സംസ്കാരം പിരിച്ചുണ്ടാക്കുന്ന ഈ നൂലെന്ന് പറയുന്നത് നാടകത്തിന് സൂത്രം പിടിച്ചവൻ, സൂത്രധാരൻ, സംവിധായകൻ. ഉപനയനം നടത്തുമ്പോൾ നൂല് കെട്ടില്ല. ആ നൂലില്ലെങ്കിൽ പട്ടത്തിന് വിലയില്ല. കുട്ടികൾ ഇങ്ങനെ ഉയർത്ത് പറക്കുക. അവരെ വിചാരം നമ്മൾ ഭയങ്കരനാന്ന. നിങ്ങളുടെ കയ്യിൽ ഈ നൂലില്ലെങ്കിൽ പട്ടം തലകുത്തി വീഴുന്ന അവരോട് പറയണം. നൂല് നിങ്ങളുടെ കയ്യില. ആ നൂല് ഒരു കഷ്ണമല്ല, പിരിച്ചു നീട്ടുന്നതാ. എന്റെ അച്ഛൻ പിരിച്ചതിന്റെ ബാക്കിയെ ഞാൻ പിരിച്ചത്, ഞാൻ പിരിച്ചതിന്റെ ബാക്കി എന്റെ മക്കൾ പിരിക്കണം. ആ നൂല് അരയിൽ ബന്ധിച്ചിട്ട് നിന്റെ ശരീരത്തിന്റെ മൃഗതൃഷ്ണകളെ, മൃഗചോദനകളെ, മനസ്സിന്റെ ഭാവനകൾ സംസ്കാരം കൊണ്ട് നിയന്ത്രിക്കുന്നതാണ് അരയിലെ നൂല് കെട്ട്. മനസ്സിലായോ? അന്ന് മുതൽ നിങ്ങളുടെ മക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ പോരാ, അവന്റെ മനസ്സിന് അവന്റെ ഹാർഡ്വെയർ വളർത്തിയാൽ പോരാ, അവന്റെ സോഫ്റ്റ്വെയർ വളർത്തണം. അവന് സ്നേഹം കൊടുത്താൽ പോരാ, അവന് സംഗീതം കൊടുക്കണം, അവന് കഥ കൊടുക്കണം, അവന് പാട്ട് കൊടുക്കണം, അവന് ദർശനം കൊടുക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾ രക്ഷിതാവൂ. ഈ നൂല് കെട്ടിയാൽ പോരാ. അതാണ് നൂല് കെട്ടല്. അപ്പൊ ഈ 27 ദിവസം നക്ഷത്രമുള്ളൂ. 12 മാസവും 27 ദിവസവും കൂടി എത്രയാ? 12 ഗുണിക്കണം 27 സമം 324. പക്ഷെ ഭൂമി സൂര്യനെ ചുറ്റാൻ 365 ദിവസം വേണോ? ഇത് കാലിയാവുന്നില്ല. അപ്പൊ ബാക്കിയുള്ള ദിവസം വ്രതാനുഷ്ഠാനത്തിനൊരു മാസം ഉണ്ടാക്കി. 365 മൈനസ് 324 സമം 41 മണ്ഡലകാലം. പിടികിട്ടിയ 41 കണക്ക് മനസ്സിലായ? മണ്ഡല മാസം 41 ദിവസം. ആ 41 ദിവസം വേണമെന്ന് വെക്കാനല്ല, വേണ്ടാന്ന് വെക്കാനുള്ള മാസമാണ്. മനസ്സിലായോ? വേണ്ടാന്ന് വെക്കാനുള്ള മാസമാണ്. ബാക്കി 324 ദിവസം നിങ്ങൾ വേണമെന്ന് വെച്ചോ. രാമായണത്തിൽ അതിമനോഹരമായിരിക്കുന്നൊരു ഉപദേശമുണ്ട്. ഭോഗത്തിനായി കൊണ്ട് കാമിക്കുകയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട. നിങ്ങൾക്ക് സുഖഭോഗങ്ങളാവാം, വിധികൃതമായത് അനുഭവിക്കാം, പക്ഷെ അതിനു വേണ്ടി മാത്രം മെനക്കെടരുത്. കുറച്ച് സമഷ്ടിക്ക് വേണ്ടി നീക്കി വെക്കണം. കുറച്ച് കാര്യം ബഹുജന സുഖായ, ലോകത്തിന് വേണ്ടി നീക്കി വെക്കണം. ഭാരത തത്വശാസ്ത്രം പറയുന്നത് എത്ര വിശ്വം ഭവത്യേക നീടം, ലോകം എത്ര വലുതായാലും നമ്മളെല്ലാം ഒരു കൂട്ടിലെ പക്ഷികളാണ്. ഇപ്പൊ അതെന്തായി?
എത്ര വിശ്വം ഭവത്യാത്മനീടം. അവനവനാകുന്ന കൂട്ടിലെ പക്ഷിയായി ചുരുങ്ങിയ അച്ഛൻ വേണ്ട, അമ്മ വേണ്ട, സഹോദരങ്ങൾ വേണ്ട, ഞാൻ മാത്രം മതി, എനിക്കൊരു ഫോൺ എടുക്കാനാണ് ഈ സാംസ്കാരിക സമ്മേളനം. മനസ്സിലായോ? ആധ്യാത്മികതയും ആത്മീയതയും ഭക്തിയും എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടിയല്ല, മനുഷ്യന് വേണ്ടിയാണെന്ന് ഓർമ്മിക്കുക. ദൈവത്തെ നന്നാക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ദൈവം മോശമായിട്ടില്ലല്ലോ, പിന്നെന്തിനാ നമ്മൾ നന്നാക്കുന്നത്? നന്നാവേണ്ടത് ആരാ? നമ്മളാണ്, നമ്മുടെ സമൂഹമാണ്. ഞാൻ ഒറ്റക്ക് നന്നായാൽ മതിയോ? പോരാ. അവിടെയാണ് ഉള്ളൂരിന്റെ വരികൾ. തന്നാൽ കരയേറേണ്ടവരെത്ര പേരോ താഴത്തു പാഴ്ചേരിൽ അമർന്നിരിക്കേ, താനൊറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്കെന്തു ചാരിതാർത്ഥ്യം. അജ്ഞതയുടെയും പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും ചലിക്കുണ്ടിലാണ്ട് കിടക്കുന്ന ഒരുപാട് മനുഷ്യർ കഷ്ടപ്പെടുമ്പോ ഞാൻ ഒറ്റയ്ക്ക് തപസ്സു ചെയ്തിട്ട് മോക്ഷം പ്രാപിക്കുന്ന തപോനിധിക്കെന്ത് ചാരിതാർത്ഥ്യമാണ് ഉണ്ടാവുക എന്നുള്ളൂര് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നായന്മാരെ സർവീസ് ചെയ്യാനുള്ള സൊസൈറ്റി അല്ല നായർ സർവീസ്. നായന്മാർക്ക് സർവീസ് എന്താണെന്ന് പഠിപ്പിച്ചിട്ട് സമൂഹത്തെ സർവീസ് ചെയ്യാൻ ഉള്ള സംഘടിത ബോധമാണ് നായർ സർവീസ് സൊസൈറ്റി. ചില ആൾ ധരിച്ചു പോയത് നായന്മാരെ സർവീസ് ചെയ്യാനുള്ള സൊസൈറ്റിയാണെന്നല്ല. നായന്മാരൊത്തുകൂടി സമൂഹത്തിന് സർവീസ് ചെയ്യുവാനുള്ള സൊസൈറ്റിയാണിത്. അതാണ് ഇവിടെ കണ്ടത്. ഈ സമൂഹത്തിന് നായരെന്നോ ഈഴവനെന്നോ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ നോക്കാതെ ഈശാവാസ്യം ഇതം സർവം, എല്ലാ മനുഷ്യരിലും ദൈവത്തെ കണ്ടുകൊണ്ട്, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരിലും ദൈവത്തെ കണ്ടുകൊണ്ട് സ്നേഹത്തിന്റെ തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ധാർമ്മിക ബോധത്തോടുകൂടി സത്യം അന്വേഷിക്കുന്ന സൗന്ദര്യ ബോധത്തോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ നിങ്ങളുടെ ഈ വൃശ്ചിക മഹോത്സവവും മണ്ഡലകാല മഹോത്സവവും പ്രേരകമാവട്ടെ. അതിന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോ ദൈവത്തെ കൊണ്ടുപോകണം. തൊഴുന്നത് ആ വെളിച്ചത്തെ ഏറ്റുവാങ്ങലാണ്. തൊഴുന്നത് ശ്രീകോവിലിൽ കത്തിച്ചിരിക്കുന്ന വെളിച്ചത്തെ ഏറ്റുവാങ്ങലാണ്. ഇവിടെയാണ് ഒരു ദേവൻ വാഴും ക്ഷേത്രം, ഓർമ്മകൾ കുടിയേറും ക്ഷേത്രം, ഉദയം പോലൊളി തൂകും ക്ഷേത്രം, ഹൃദയത്തിലൊരു ക്ഷേത്രം, ഹൃദയത്തിലൊരു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടത്തണം. വെറുതെ ഇട്ടാ പോരാത്. ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടത്താറുണ്ടിവിടെ, സ്വപ്നങ്ങൾ ആഘോഷം നടത്താറുണ്ടിവിടെ, മോഹങ്ങളും മോഹഭംഗങ്ങളും ചേർന്ന് കഥകളിയാടാറുണ്ടിവിടെ, ചിന്തകൾ മുഴുക്കാപ്പു ചാർത്താറുണ്ടിവിടെ, മുറജപമില്ലാത്ത നടപ്പന്തലില്ലാത്ത പഴയ ഗുഹാക്ഷേത്രം, മാനവ ഹൃദയം ദേവാലയം. അങ്ങനെ മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളാക്കാതെ, ഇരുട്ട് പ്രവേശിക്കാതെ വെളിച്ചത്തിന്റെ ഉറവിടമായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ മാറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ഭക്തി കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് അത് നടക്കില്ല. ഓപ്പറേഷൻ എല്ലാം വിജയിക്കുന്നുണ്ട്, പക്ഷെ രോഗി മരിച്ചുപോയി എന്ന് പണ്ടൊരു ഡോക്ടർ പറയുന്നു. അതുപോലെ അമ്പലമെല്ലാം ഗംഭീരമാണ്, ഉത്സവം ഗംഭീരമാണ്, പക്ഷെ മനുഷ്യന്മാർക്ക് സംസ്കാരം മാത്രം ഇല്ല എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? ഇല്ല. അതാണ് ഇങ്ങനെയൊരു സാംസ്കാരിക സമ്മേളനം ഇവരിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടാകുക. അങ്ങനെ ഒരു സമ്മേളനം സംഘടിപ്പിക്കുകയും ഒരുപാട് ആളെ സഹായിക്കാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്ത തത്വമസി എന്ന പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. അതിന് നിങ്ങളെല്ലാവരും സഹകരിക്കുക. നിങ്ങൾ സഹകരിച്ചാൽ അതിൻ്റെ ഗുണം ഒരിക്കലും അത് നിങ്ങൾക്ക് നഷ്ടമാവില്ല. അത് ഗുണമായിട്ട് പെരുകി പെരുകി വരും എന്ന കാര്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിച്ച് ഈ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ വൃശ്ചികോത്സവത്തിന്റെ ഭാഗമായി ഇങ്ങനെയൊരു സാംസ്കാരിക സംഗമം സംഘടിപ്പിക്കുകയും അതിൽ എന്നെ സംസാരിക്കാൻ ക്ഷണിക്കുകയും ചെയ്ത് എന്റെ സംഘാടകരോട് നന്ദി പറയുന്നു. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഉത്സവത്തിന് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം.